ഞാൻ ഡോക്ടർ സജിനി ഡീന മാത്യു. എൻ്റെ ഗവേഷണ പ്രബന്ധം പുസ്തകരൂപത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വിഷയം പ്രതിരോധത്തിൻ്റെ തലങ്ങൾ സാറാ ജോസഫിൻ്റെ എഴുത്തിലും ജീവിതത്തിലും എന്നുള്ളതാണ്. എത്ര വർഷങ്ങളാണ് ഇത് തീസിസ് കംപ്ലീറ്റ് ചെയ്തത്? 6 വർഷം. നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ, കേരള. ഞാൻ പറഞ്ഞില്ലേ പല ഓക്കെ, നെഞ്ചിൽ ഇങ്ങനെ വെച്ചോളൂ. എനിക്കൊരു ഫോട്ടോ എടുക്കാം. ഇങ്ങനെ താടിക്ക് താഴെ. ഓക്കെ, ഒരു 20 ദിവസം നമുക്ക് വരാനായിട്ട് അത് കവിഞ്ഞ് അധ്യക്ഷത വഹിക്കുന്നത് ദീന മാത്യുവിൻ്റെ സജിനി ദീന മാത്യുവിൻ്റെ സഹോദരനാണ്, എഞ്ചിനീയറാണ്. മാത്യുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരിധി സ്വാഗതം ചെയ്യും. ആദ്യ പുസ്തകം പുറത്തിറങ്ങുകയാണ്. ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതാനിരിക്കുന്ന ഒരാളുടെ ആദ്യ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് എന്ന് പറഞ്ഞ ജീവിതത്തിലെ എന്നും അവിസ്മരണീയമായ നിമിഷമാണ്. കുടുംബാംഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അമ്മയും സഹോദരിമാരും എല്ലാം ബന്ധുജനങ്ങളെല്ലാം എത്തിയിരിക്കുന്ന ഈ വലിയ എഴുത്തിലും ജീവിതത്തിലും വന്ന പ്രബന്ധമാണ്. PhD ആരാധനയ്ക്കെത്തും യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കെത്തും യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ. ആരാധന നാഥ ആരാധന. നമുക്ക് സന്തോഷകരമായ ആ കർമ്മത്തിലേക്ക്, അതായത് പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കാം. എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ പുസ്തകം തുടർന്ന് സംസാരിക്കുന്നതിനായി കൂടെ സഞ്ചരിച്ച സജിനിയുടെ ഭർത്താവായ മാത്യു, വഴികാട്ടിയായ നമ്മുടെ റിസർച്ച് ഗൈഡ്, പിന്നെ ഒരു സമൂഹത്തിൻ്റെ ഇതിൻ്റെ പ്രസക്തി, ഇതിൻ്റെ മൂല്യം തലമുറകൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒരു അപഗ്രഥനം നടത്തണം എന്നുള്ളത് ഇംഗ്ലീഷിൽ തന്നെ. പക്ഷെ വായിച്ചിട്ടില്ല. പുസ്തകത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ. എന്നാലും ഈ ഗ്രന്ഥത്തിന്റെ പിന്നിലെ എഴുത്തുകാരിയെ കുറിച്ച് ചിലത് പറയണം എന്ന് തോന്നുന്നു. രാജൻ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ ജില്ലയിലേക്ക് സ്ഥലമാറ്റത്തോടുകൂടി പോയപ്പോൾ കേരള സർവകലാശാല പറഞ്ഞിരുന്നു, ഇനി ഈ 3 വർഷത്തേക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് വരെ മറ്റൊരാളെയും ഗവേഷണത്തിൽ എടുക്കാൻ പറ്റില്ല കേരള സർവകലാശാലയിൽ. സാറ് മതി എൻ്റെ മാർഗദർശിയായിട്ട്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. PhD ബിരുദം ലഭിച്ച കാലം മുതൽ തന്നെ ഞാൻ സജിനിയോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇത് പുസ്തക രൂപത്തിലാക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഗവേഷണ പ്രബന്ധം പുസ്തക രൂപത്തിലാക്കാൻ പ്രസാധകരെ കിട്ടില്ല. രാജീവ്കുമാർ സാർ സൂചിപ്പിച്ചത് 100% സത്യമാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന പുസ്തക പ്രസാധന രംഗത്ത് വലിയൊരു യാഥാർത്ഥ്യം. ഒരു
ഗവേഷണ പ്രബന്ധത്തിന് അനവധി പുസ്തകങ്ങളുടെ അംശങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും. അനവധി പുസ്തകങ്ങളുമായും അനവധി വിജ്ഞാന ശാഖകളുമായും ഒരു ഗവേഷണ പ്രബന്ധം ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ 2 ദിവസം ഒരു ഹയർ സെക്കൻഡറി വാല്യുവേഷൻ ക്യാമ്പിനാണ് സൗമ്യ ടീച്ചർ ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരേ ഗ്രൂപ്പിലായിരുന്നു. നേരിട്ട് കാണുമ്പോഴും ഫോൺ വിളിയിലും എന്തുണ്ട് വിശേഷം കുഞ്ഞേ എന്നല്ലാണ് ടീച്ചർ ചോദിക്കാറില്ല. അത്രമേൽ സ്നേഹം എൻ്റെ 2 സഹോദരിമാർക്കൊപ്പം ഞാൻ കാണുന്ന ഒരാളാണ് സൗമ്യ ടീച്ചർ. അതീവ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു ദിനമാണ്. എൻ്റെ സഹോദരി സജിനി ദീന മാത്യുവിൻ്റെ ഗവേഷണ പ്രബന്ധം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഈ മനോഹര ചടങ്ങിൽ ഏതാനും വാക്കുകൾ പറയുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തോടും സംഘാടകരോടും നന്ദി പറയുന്നു. ആത്മാർത്ഥതയോടും കൃത്യതയോടും ചെയ്യണമെന്ന സജനിയുടെ മനോഭാവം ഈ നേട്ടത്തിലേക്കുള്ള യാത്രയിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു സംഭാവന കൂടിയാണ്. ഉയരങ്ങൾ കീഴടക്കുവാൻ നടത്തി നാടകാന്തം കഥാനായികയുടെ രംഗപ്രവേശമാണ്. നന്ദി പറയുന്നതിനായി ഡോക്ടർ സജിനി ദീന മാത്യുവിനെ ക്ഷണിക്കുന്നു. എൻ്റെ ഡോക്ടറൽ കമ്മിറ്റിയാണ് ആദ്യം ഓർക്കുന്നത്. അതായത് റിസർച്ചിൻ്റെ ആരംഭം. എമ്മഡിനൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് ഒരു ഫെൽറ്റ് നീഡ് വേണം, അങ്ങനെ വേണം ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി വായിച്ചു. കിട്ടാവുന്ന ബുക്കുകളൊക്കെ എടുത്തു വെച്ച് വായിച്ചു. അങ്ങനെയാണ് സാറ ടീച്ചറിൻ്റെ കൃതികൾ എന്നെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഞാൻ ഉഴുതു മറിച്ചു. അങ്ങനെ ഒരു യുദ്ധത്തിന് തയ്യാറായാണ് ഞാൻ ഡോക്ടർ കമ്മിറ്റി ചെയ്യുന്നത്. ഡോക്ടർ സി സ്റ്റീഫൻ ആയിരുന്നു അന്ന് എൻ്റെ കയ്യിൽ. പക്ഷേ വളരെ നിരാശയായിരുന്നു. കാരണം ഓക്കെ, അങ്ങനെ ഡോക്ടർ കമ്മിറ്റിക്ക് വന്നു. സ്റ്റീഫൻ സാറിനെ എന്നെയും കൂടാതെ 3ാമത് ഒരാളുടെ സാന്നിധ്യം കൂടി ഞാൻ ആ മുറിയിലായിരുന്നു. അത് മറ്റാരുമല്ല, എൻ്റെ പ്രിയ കർത്താവായിരുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് റീവേഡ് ചെയ്ത് എൻ്റെ ടോപ്പിക്ക് അപ്രൂവ് ആയിപ്പോയി. എൻ്റെ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്ത് ഞാൻ ചെയ്തോളാം. പക്ഷെ സാറിനോട് ഏറ്റുവാങ്ങിയത് എൻ്റെ സഹോദരി തുല്യമായിട്ട് പോലും പറയും രാജനെങ്കിൽ ഷിഫാൻറ്റി എന്ന്. അപ്പോൾ അത്രയൊരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പുസ്തകം സ്വീകരിക്കാനായിട്ട് ടീച്ചർ എത്തിയത് ഏറ്റവും ധന്യമായി ഞാൻ കരുതുന്നു. ടീച്ചറിനുള്ള നന്ദി. ഇന്ന് സ്വാഗത പുസ്തകം അറിയിച്ചത് ഡോക്ടർ എം രാജീവ് കുമാർ സാറാണ്. ഒരു ബുൾഡോസർ സ്റ്റൈലിലാണ് സാറ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ വസന്തത്തിൽ അതുകൊണ്ടാണ് ഇത് അത്രയും പെട്ടെന്ന് വന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഏനകത്ത് ജോലി ചെയ്യുന്ന മാവിൽ റെഡിയാണ്. സാറിനെ തന്നെ പബ്ലിഷറായിട്ട് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് സ്വാഗതം ആശംസിച്ച രാജീവ് സാറിനോടുള്ള അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ നിന്ന് സൗമ്യ സ്വഭാവമൊന്നും അല്ല കേട്ടോ. ഇങ്ങനെയല്ല ആള്. അത് ചോദിക്കാൻ ഇവിടെ ആളുണ്ട്. നല്ലപാതി ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചാൽ പറയും. അത്ര ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ അമ്മയെ കണ്ടപ്പോൾ ഞാൻ ഒരു സാഹചര്യം സ്ഥിരമായി നിസ്സാരമായിട്ട് വരുത്തായിരുന്നു. എന്നെ കുറിച്ചുള്ള നിർബന്ധ ബുദ്ധി ഒക്കെ പറഞ്ഞില്ലേ, ചിലപ്പോൾ അത് ആ ഒരു ധൈര്യം, മനസ്സിൻ്റെ ഒരു ആത്മധൈര്യം കിട്ടിയത് അമ്മയെന്നായിരിക്കും. ഇതിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായാലും പുഞ്ചിരിച്ചുകൊണ്ടമ്മ നേരിടും. അതിൻ്റെ സൂചകമായിട്ട് കാണുന്നു. എൻ്റെ നിരവധി സഹപാഠി എത്തിയിട്ടുണ്ട്. അവിടെ കാണും. ഓക്കെ, താങ്ക്സ്. ജോസഫിൻ്റെ എഴുത്തിലും ജീവിതത്തിലും താങ്ക് യു.
എന്തെങ്കിലും സംസാരിച്ചോണ്ട് കളിയാക്കി Sajini Chechi, how do you feel? Sajini Chechi, how do you feel? നമ്മളെ കൂടെ വേണമെങ്കിൽ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞു